എൻ്റെ വീഡിയോയുടെ താഴെ എപ്പോഴും വന്നൊരു കമൻറ്റ് വരുന്നതാണ്, സ്വരങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു തരുമെന്ന്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ കണ്ടു കാണത്തില്ല. കാരണം ചില വീഡിയോസൊക്കെ ഞാൻ 30 മിനിറ്റ് നല്ല ദൂരമുള്ള വീഡിയോസ്, നല്ല ലെങ്ത്തുള്ള വീഡിയോസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്കിപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ, വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ, ഒരേ സ്വരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്നത്, അല്ലെങ്കിൽ രീ വരുന്നത്. ഇത് സരിഗമ വായിക്കുമ്പോൾ തന്നെ പഠിക്കാൻ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരു സാ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ വായിക്കുക. സാ 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 രീ 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 ഗ ഗ ഗ ഗ മാ 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 മാ. 2 രീതിയിൽ വായിക്കാൻ പറ്റും. ഒന്ന് നമ്മൾ വാ വെച്ച് തന്നെ സാ 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 എന്ന് വായിക്കാം. അല്ല, നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് സാ സാ എന്ന് വായിക്കാൻ പറ്റും. ഇത് ഇതിനു മുമ്പ് ഒരു പാട്ട് പാടി ഞാൻ കാണിച്ചു തന്നെയാണ്. ചില സ്വരങ്ങൾ അങ്ങനെ വായിക്കേണ്ടി വരും. എപ്പോഴും അങ്ങനെ വായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കേണ്ടിയും വരത്തില്ല. ഇപ്പം നമ്മൾ വായിച്ചു നോക്കിയൊരു പാട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗ എന്ന് പറഞ്ഞൊരു ശബ്ദം ഞാൻ അടിച്ചാണ് വായിക്കുന്നത്. അടിക്കാതെ വായിക്കാം, അടിച്ചും വായിക്കാം. അപ്പോൾ അത് ഓരോ പാട്ടിനനുസരിച്ച് മാറും, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വായിക്കാം. പക്ഷേ അത് നമ്മൾ പഠിച്ചിരിക്കണം. 2 രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. കൈ വെച്ച് അടിച്ചടിച്ച് വായിക്കാനും പഠിച്ചിരിക്കണം, വാ വെച്ചും പഠിച്ചിരിക്കണം. ഇനി വാ വെച്ച് ഇതിനകത്ത് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ ടു 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 എന്ന് ഊതും. ടു 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 എന്ന് ഊന്നവരുണ്ട്. അതിൽ ചു 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 എന്ന് ഊന്നവരുണ്ട്. തു 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 എന്ന് ഊന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഊതുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഏതാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് വേണം ഊതാൻ. ചില പാട്ടുകളിൽ ഈ ടു എന്നോ അല്ലെങ്കിൽ ചു എന്നുള്ള ശബ്ദം തന്നെ വരണം. എന്നാലും അത് കാണിച്ചു തന്നെയാണ് നമ്മുടെ ഈ പാട്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് ഈ ടു എന്നുള്ള ശബ്ദം വരണം. കൈ വെച്ചടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, അത് വേറെ എന്തോ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല, നമ്മൾ കൈ വെച്ച് അടിക്കേണ്ട ചില പാട്ടുകളുണ്ട്. ഇപ്പം ടു എന്ന് ഊതിയ പോലെ തന്നെ ഈ ടു വെച്ച് ഊതാത്ത ചില പാട്ടുകളുമുണ്ട്. ഇത് നമ്മൾ ടു വെച്ച് വായിച്ചത്. ഇനി അല്ലാതെ ഇപ്പം ഈ രീതിയിലും 2 രീതിയിലും കൈ വെച്ചും പറ്റും, വാ വെച്ചും പറ്റും. ഇതാണ് റിപ്പീറ്റ് വരുന്നത്. ഇത് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, വാ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. വാ വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ താനും വരത്തുള്ളൂ. പതിയിരുന്ന് പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു സരിഗമ തന്നെ എടുത്താൽ മതി. സരിഗമ വായിക്കുമ്പോൾ തന്നെ ഒരു 5 പ്രാവശ്യം സാ റിപ്പീറ്റ് വായിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് വായിച്ച് നോക്കുക. കാണിച്ചു തരാം. ഇല്ലെങ്കിൽ വാ വെച്ച് തന്നെ വായിക്കണം. അപ്പോൾ ഈ രീതിയിൽ വായിക്കാൻ പറ്റും. ഇപ്പോൾ 2-3 വീഡിയോസായിട്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, ഈ ഒരു സ്വരം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്നിൻ്റെ പുറമെ ഒന്നായിട്ട് ആ സാ തന്നെ വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും. ഇതുപോലെ എല്ലാ സ്വരങ്ങളും നിങ്ങൾ വായിച്ച് പഠിച്ചിരിക്കണം. ചില പഠനത്തൊക്കെ പായൊക്കെ റിപ്പീറ്റ് വരുന്ന സൗണ്ടുകളുണ്ട്. ചിലപ്പോൾ ഒരു പാ താഴെയും ഒരു പാ മുകളിലും പിടിക്കേണ്ട ചില പാട്ടുകളും വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. അതെല്ലാ സ്വരങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. താഴത്തെ സ്വരം വായിക്കണം, മുകളിലത്തെ സ്വരം വായിക്കണം. ഒരേ ഇതിൽ തന്നെ ലോ പിച്ചും ഹൈ പിച്ചും. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഹൈ പിച്ച് പഠിപ്പിക്കുന്നതിനകത്ത് തന്നെ ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ലോയും വായിക്കണം, അടുത്ത ബ്രീത്തിൽ അത് ഹൈ ആയിട്ട് വരണം. ലോ ഹൈ അതുപോലെ ഹൈ ലോ, ഇങ്ങനെയൊക്കെ പാട്ടുകളിനകത്ത് വരും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഇരുന്ന് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല. മെയിനായിട്ടുള്ള കാര്യം തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയുള്ളൂ, ഓരോ ദിവസം എനിക്ക് എത്ര സമയം കിട്ടുന്നു അത്ര സമയം ഇരുന്ന് ഞാൻ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും എല്ലാം. എനിക്ക് കിട്ടുന്ന സമയം എപ്പോഴാണോ അത് ഞാൻ നോക്കത്തില്ല. എപ്പോൾ കിട്ടിയാലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നമ്മളിവിടെ ഇത് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഈ കറക്റ്റായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിരുന്ന് പഠിച്ചു. എത്ര നാളുകൊണ്ട് പഠിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തർ ഐഡിയ. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓരോരുത്തർ മെനക്കിടുന്നതനുസരിച്ചിരിക്കും. ഒരുപാട് എഫേർട്ട് പഠിക്കുന്നവർ പെട്ടെന്ന് പഠിക്കും. വല്ലപ്പോഴൊക്കെ വായിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള താമസം വരും. നിങ്ങൾക്ക് എപ്പം പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ പഠിക്കുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1 മാസം കൊണ്ട് ഞാൻ അവിടെ തന്നെ സരിഗമയും പഠിപ്പിച്ച് ഇതിൻ്റെ ബാക്കി കുറച്ച് എക്സസൈസുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഒറ്റ മാസം കൊണ്ട് പഠിപ്പിച്ചു. അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പഠിക്കും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ കൂടുതൽ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാം ഞാൻ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പാട്ട് എങ്ങനെ പഠിക്കാം, എങ്ങനെ വായിക്കാം, എങ്ങനെ അത് മിസ്റ്റേക്കുകൾ വരുന്നത് ശരിയാക്കാം എന്നെല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
നിങ്ങൾ പിടിച്ചിട്ട് ഒരു ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം, ആ ശബ്ദമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലായോ? പായ എന്നുള്ള ശബ്ദമായിരിക്കും മിക്കപ്പോഴും പോകുന്നത്, അല്ലെങ്കിൽ കോമൺ സ്ഥലങ്ങൾ പിടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ശബ്ദങ്ങൾ പോകുന്നത്. അപ്പോൾ പായ എന്നുള്ള ശബ്ദം പിടിക്കുമ്പോൾ അത് തെറ്റാണ്, അത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവണം. വായിക്കുമ്പോൾ തെറ്റി പോകുന്നുണ്ടോയെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പാ പിടിക്കുന്ന അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വിരലെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ പായ എന്നുള്ള ശബ്ദം ആയിരിക്കത്തില്ല എന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. ഇതിപ്പം നമുക്ക് ഒരുപാട് തവണ മെസ്സേജ് ഇതേ സംഭവം തന്നെ ചോദിക്കുന്നു. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്യുന്നേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴായിരിക്കും പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മെസ്സേജ് ചോദിക്കേണ്ട അവസ്ഥ വന്നത്. സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.